ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ചെറിയ കുട്ടികളൊക്കെ ബർത്ത്ഡേൻ്റെ സമയത്ത് സ്കൂളിലേക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെൻസിലും അതേപോലെ തന്നെ ചോക്ലേറ്റൊക്കെ വെച്ചിട്ടുള്ള കാർഡ്സ്. അപ്പം അങ്ങനെ ഒരു കാർഡാണ് ഇന്ന് മേക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈ കാർഡിൽ നമ്മൾ ചോക്ലേറ്റ്സ് ആഡ് ചെയ്യുന്നില്ല, പെൻസിൽ മാത്രമാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. നമുക്ക് റെഡിയാക്കാനുള്ള കാർഡ്സ് ഓൾറെഡി പ്രിൻറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ക്യാൻവ ആപ്പ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു കാർഡ് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കാർഡിൽ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് കുട്ടിയുടെ എത്രാമത്തെ ബർത്ത്ഡേ ആണെന്നുള്ളതും അതുപോലെ തന്നെ കുട്ടിയുടെ പേരും ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വിഷോ കാര്യങ്ങളൊക്കെ കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇവിടെ ഞാൻ സൈസ് കാർഡിന് എടുത്തിട്ടുള്ളത് ലെങ്ത്ത് ഏകദേശം 10 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ വിഡ്ത്ത് 8 സെൻറ്റിമീറ്ററും ആണ് കേട്ടോ. ഇതിൽ വലിയ സൈസിൽ ചെയ്യുന്നവരും കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ നോർമലി ഈ ഒരു സൈസിലാണ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ പ്രിൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ള പേപ്പർ 300 GSMൻ്റെ പേപ്പറാണ് കേട്ടോ. നമുക്ക് ഏകദേശം 60 പീസാണ് വേണ്ടത്. അപ്പം അത്രയും പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ ഒരു പേപ്പർ കട്ടർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മൾ കത്രിക വെച്ച് ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചുകൂടി ഈസി ആയിട്ട് ഈ ഒരു കട്ടർ വെച്ചിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു ഓർഡർ നമുക്ക് പെട്ടെന്ന് തന്നെ ഡിസ്പാച്ച് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡോട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആളുടെ കെയർ ഓഫ് തന്നെയാണ് ഈ ഒരു വർക്ക് വന്നിട്ടുള്ളത്. എൻ്റെ ഏതൊരു വർക്കാണെങ്കിലും അതിൽ എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നതും ഹെൽപ്പ് ചെയ്യുന്നതും എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഈവൻ പ്രോഡക്ട്സിന് മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനാണെങ്കിലും സാധനങ്ങൾ ഡെലിവറി ചെയ്യാനാണെങ്കിലും എല്ലാം ആളാണ് ഹെൽപ്പ് ചെയ്യുന്നത്. കട്ടിങ് വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. കുറച്ചുകൂടി നമുക്ക് കട്ട് ചെയ്യാനുള്ളൂ. അതോടെ കഴിഞ്ഞാൽ 60 പീസസും കട്ട് ചെയ്തിട്ട് റെഡി ആയിട്ട് കിട്ടും. സോ ഫൈനലി ഇറ്റ്സ് ഓവർ. എല്ലാം പീസസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 60 പീസുകളിലും നമുക്ക് പെൻസിൽ ഇൻസേർട്ട് ചെയ്യാനുള്ള ഹോളിട്ട് കൊടുക്കണം. അതായത് നമ്മൾ ഒരു കട്ടർ യൂസ് ചെയ്തിട്ട് നൈഫ് യൂസ് ചെയ്തിട്ട് 2 ഭാഗത്ത് മുറിവിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു കട്ടിങ് മാർക്കിലൂടെ ആണ് നമ്മൾ പെൻസിൽ കയറ്റി വെക്കുന്നത് കേട്ടോ. സോ ഞാൻ ഇവിടെ എല്ലാം 10 ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈസി ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പെൻസിലെല്ലാം ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് സെറ്റാക്കി വെക്കാം. പെൻസിലെല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ നമുക്ക് കട്ട് ചെയ്യാനുണ്ട്. ഞാനിവിടുന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹസ്ബൻഡ് അവിടുന്ന് പെൻസിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് പോലെ ഓരോ കാച്ചിലും നമുക്കിങ്ങനെ ഒരു ബ്ലേഡ് യൂസ് ചെയ്തിട്ട് 2 ചെറുതായിട്ടൊന്ന് മുറി വിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെയാണ് കേട്ടോ നമ്മൾ പെൻസിൽ കയറ്റി വെക്കുന്നത്. അങ്ങനെ നമ്മൾ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ചെയ്യാറായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതുപോലത്തെ വർക്കുകളൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ റെയർ മിക്സ്ഡ് എന്ന് പറയുന്ന നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ചെയ്ത മറ്റു വർക്കുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. എല്ലാ ഗിഫ്റ്റ് ഐറ്റംസും നമ്മൾ ചെയ്യുന്നുണ്ട്. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഗിഫ്റ്റ് ബോക്സസ്, ആനിവേഴ്സറി ആയിക്കോട്ടെ, ബർത്ത്ഡേ ആയിക്കോട്ടെ, അങ്ങനെ ഫ്രണ്ട്സിന് കൊടുക്കാനുള്ളതാണ്. എങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടത് ആ രീതിയിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് തരും. അതുപോലെ തന്നെ നമ്മൾ ചോക്ലേറ്റ് ഹാമ്പേഴ്സ് ചെയ്യുന്നുണ്ട്. എൻഗേജ്മെൻറ്റിൻ്റെ ഹാമ്പേഴ്സും നിക്കാഹിൻ്റെ ഹാമ്പേഴ്സും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ ആ ഒരു കളർ തീമിലും ഒക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് ആ ഒരു കസ്റ്റമൈസേഷൻ്റെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ.
അപ്പോൾ ഈ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. അതുപോലെ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള വീഡിയോസാണ് ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടോ മെഹന്തി റിലേറ്റഡ് ആയിട്ടോ വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിലുള്ള വീഡിയോസ് കൊണ്ടുവരാൻ ട്രൈ ചെയ്യാം കേട്ടോ. ഇത്തരത്തിലുള്ള മെഹന്തി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, അതുപോലെ തന്നെ ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ജ്വല്ലറി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. സോ ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇനിയും കാണുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് വൺസ് അഗെയിൻ. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് അപ്ഡേറ്റ്.